ഇടയ്ക്കിടയ്ക്ക് ഈ ലോക നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി പ്രസിഡന്റ് ആരാണെന്നൊക്കെ ഉള്ള സർവേകൾ പല രാജ്യങ്ങളിൽ നടക്കും. പല പല രൂപത്തിലാണ് സർവേകൾ നടക്കുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ നാളിതുവരെയുള്ള അനുഭവത്തിലൊക്കെ കാണുന്നത് എപ്പോൾ നോക്കിയാലും ഒന്നാം സ്ഥാനത്ത് വരുന്നത് അമേരിക്ക തന്നെയായിരിക്കും. ബറാക്ക് ഒബാമയുടെ കാലത്ത് നേരത്തെയുള്ള ഏത് അമേരിക്കൻ പ്രസിഡന്റ് എടുത്താലും അമേരിക്ക കഴിഞ്ഞ് എത്രയോ സ്ഥാനം താഴെയായിരിക്കും ഇന്ത്യയൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടൊരു വാർത്ത ഇന്നലെ വന്നിട്ടുള്ള, ഇന്നൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതേ ഉള്ളൂ, ലോകത്തിലെ ഏറ്റവും ജനപ്രിയപ്പെട്ട നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ എനിക്ക് കൗതുകമുണ്ടാക്കിയത് അതല്ല. US ആസ്ഥാനമായുള്ള ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ടൻ്റ് നടത്തിയ ആഗോള സർവേ, അമേരിക്കൻ സംഘടന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അവർ കണ്ടെത്തിയിരിക്കുന്നത് 2026 മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെ 6 ദിവസം അവർ ട്രാക്ക് ചെയ്ത സർവേയിൽ മറ്റ് ലോക നേതാക്കളെ മറികടന്ന് മോദി മുന്നിലെത്തി എന്നുള്ളതല്ല പ്രധാനം, ആദ്യത്തെ 10 ഇടത്ത് പോലും ട്രംപ് വന്നില്ല. നിങ്ങളുടെ സ്വപ്നഭവനം താഴ്ന്നു പോയോ? റോഡിന്റെ കൺസ്ട്രക്ഷൻ മൂലം നിങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ ഇരുന്നു പോയോ? അതോ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണോ? നിങ്ങളുടെ ബിൽഡിംഗ് എന്തുമാകട്ടെ, അത് പൊളിക്കാതെ തന്നെ മാറ്റി സ്ഥാപിക്കുകയോ ഉയർത്തുകയോ ചെയ്യാം. 15 വർഷത്തിൽ പരം പ്രവൃത്തി പരിചയമുള്ള ആര്യാർജുൻ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടേത് ഏതുതരം ബിൽഡിംഗും ആവട്ടെ, വീടോ ഓഫീസോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ പഴയതോ പുതിയതോ ആവട്ടെ, ഏതുതരം കൺസ്ട്രക്ഷനും മാറ്റി സ്ഥാപിക്കാനും ഉയർത്തുവാനും സാധിക്കുന്നു. പരിശീലനം ലഭിച്ച വിദഗ്ധരായ എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ 100 മുതൽ 200ഓളം ജാക്കികൾ ഉപയോഗിച്ച് അതീവ സുരക്ഷിതത്തോടെ ജോലികൾ പൂർത്തിയാക്കുന്നു. ഇതുകൂടാതെ ടൈൽ പാവിംഗ്, AC സർവീസ്, ഹൗസ് മെയിൻ്റനൻസ്, ഇന്റീരിയർ ആൻഡ് മോഡിഫിക്കേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങി 10ഓളം സർവീസുകൾ ബഡ്ജറ്റ് റേറ്റിൽ ഞങ്ങൾ ചെയ്തു തരുന്നു. വ്യക്തമായ പ്ലാനും ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റും കൃത്യനിഷ്ഠതയുമാണ് ഞങ്ങൾക്ക് 60-ൽ പരം സന്തുഷ്ട ഉപഭോക്താക്കളെ നേടിത്തന്നത്. നിങ്ങളുടെ സംതൃപ്തി ഞങ്ങളുടെ ഉറപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട് ആര്യാർജുൻ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ്. ട്രംപ് എന്താണ് ഇവിടെ ലോകത്തെ ഇപ്പോൾ കീഴടക്കും, ഞങ്ങൾ ലോക പോലീസാണ്, ഞങ്ങൾ സാമ്രാജ്യത്വമാണ്, ഇറാനിൽ ഞങ്ങൾ തീരുമാനിക്കും, ഉക്രൈനിൽ ഞങ്ങൾ തീരുമാനിക്കും, സകല സ്ഥലത്ത് ഇന്ത്യ പെട്രോൾ വാങ്ങണോ ഡീസൽ വാങ്ങണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, എല്ലാം തീരുമാനിക്കുന്ന ലോക പോലീസുകാരൻ്റെ ചാമ്പ്യൻ 10-ൽ പോലും ഇടപിടിച്ചിട്ടില്ല. റിപ്പോർട്ട് അനുസരിച്ച് മോദിക്ക് 68% വോട്ട് ലഭിക്കുമ്പോൾ 26% പേർ അദ്ദേഹത്തെ നേതൃത്വത്തെ അംഗീകരിച്ചിട്ടില്ല. അത് മോദി 6% തീരുമാനമെടുത്തിട്ടില്ല. ഓരോ രാജ്യത്തെ മുതിർന്നവരിൽ നിന്നാണ് കണക്കെടുത്തിരിക്കുന്നത്. മോദി കഴിഞ്ഞാൽ അടുത്തത് ആൻഡ്രജ് ബാബിസ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ മേധാവിയാണ്. ജാവിർ മിലേൻ അർജൻറ്റീന 56%, സന ടകൈച്ചി ജപ്പാൻ 56%, മാർക്ക് കാർണി കാനഡ 55%. ഇറാനിലെ സമീപകാല യുദ്ധത്തെ തുടർന്ന് US ട്രംപിൻ്റെ അംഗീകാര നിരക്ക് 39% താഴേക്ക് പോയി. UK പ്രധാനമന്ത്രിയുടെ കെയർ സ്റ്റാർമർ 24%, ജർമ്മനിയുടെ ഫ്രെഡറിക് മെർസിൻ്റെത് 20%. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഏറ്റവും താഴ്ന്ന നിലയിൽ പോയിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വെറും 17% അംഗീകാരം, 75% അംഗീകാരമില്ലായ്മയും രേഖപ്പെടുത്തി. മോർണിംഗ് കൺസൾട്ടൻസി ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് ട്രാക്കർ എന്നാണ് പല രാജ്യങ്ങളിലെ ജനാധിപത്യ നേതാക്കളോടുള്ള പൊതുജനാഭിപ്രായം അളക്കുന്ന തുടർച്ചയായ ഒരു പ്രോജക്റ്റാണിത്. നരേന്ദ്രമോദിയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത്, 68%. നരേന്ദ്രമോദിയുടെ പാർട്ടിയോ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേതാക്കളുടെ ഇടയിൽ ഒരു പേര് കിട്ടുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്, കാരണം ഇത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പോകുന്നൊരു മെസ്സേജ് എന്നുള്ള നിലയിൽ ഇന്ത്യക്കും അതിനകത്തൊരു സാധ്യതയുണ്ട്. ഗ്രേ പാർലമെൻറ്റിൽ സ്വിറ്റ്സർലൻഡ് നേരത്തെ പറഞ്ഞു 62%, ലീ ജെമിങ് ദക്ഷിണ കൊറിയ 62%, ആൻജക് ബാബർ ചെക്ക് റിപ്പബ്ലിക് 57%, ജാവിർ മിലൈ അർജൻറ്റീന 56%, നന ടെക്കച്ചി ജപ്പാൻ നേരത്തെ പറഞ്ഞു ഞാൻ 56%, മാർക്ക് കാർണി കാനഡ 55%, ക്ലോഡിയ ഷെയിൻബൗം മെക്സിക്കോ 47%ലേക്ക് പോയി, ബാർട്ട് ഡി വെവർ ബെൽജിയം 42%, ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ ബ്രസീൽ 42%, ജോർജിയ മെലോണി 40%, ഇറ്റലി റെസെപ്പ് തയ്യിപ്പ് എർദോഗൻ തുർക്കി 40%, ഡൊണാൾഡ് ടസ്ക്, അതിൻ്റെ ഡൊണാൾഡ് എന്ന് പേരുണ്ട് ട്രംപ് പോലെ, ടസ്ക് പോളിഷ് 40%, ഇർഫ് ക്രിസ്റ്റേഴ്സൺ സ്വീഡൻ 38%, ആന്റണി അൽബാനിസ് ഓസ്ട്രേലിയ 37%, ജൊനാസ് ഗാർസ്റ്റോർ നോർവേ 36%, പെഡോ സാഞ്ചസ് സ്പെയിൻ 36%,
സിറിൽ റമസോബ ദക്ഷിണാഫ്രിക്ക, അതുപോലെ തന്നെ പിന്നെ ദക്ഷിണാഫ്രിക്ക 33%, ക്രിസ്റ്റ്യൻ സ്റ്റോക്കർ ഓസ്ട്രിയ 33%, റോബ് ജെറ്റൻ നെതർലാൻഡ്സ് 32%, കീർ സ്റ്റാർമർ യുണൈറ്റഡ് കിങ്ഡം 24%, ഫ്രെഡറിക് മയേഴ്സ് ജർമ്മനി 20%, ഇമ്മാനുവൽ മക്രോൺ ഫ്രാൻസ് 17%. ഇങ്ങനെ കണക്കുകൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ രസകരമായ ഒരു കണക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ആവേശം നൽകുന്നത് ആദ്യത്തെ 10 ഇടത്തിൽ ട്രംപ് വന്നിട്ടില്ല എന്നുള്ളത് വളരെ മനോഹരമാണ്. 1-ാം സ്ഥാനത്ത് മോദി വന്നു എന്നുള്ളത് നമ്മുടെ രാജ്യം എന്നുള്ള നിലയിൽ നമുക്കും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിക്ക് ലോകത്തിൻ്റെ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെ ഇടയിൽ ഒരു പേര് കിട്ടുന്ന ഒരു ജനപ്രിയ നേതാവായി മാറുന്നു. ഇതിനിടയിൽ ഇന്നലെ അമേരിക്കയെ ട്രംപിനെ വിളിച്ചും ചർച്ച ചെയ്തു, ഇറാൻ പ്രധാനമന്ത്രിയെയും വിളിച്ചിട്ട് ചർച്ച ചെയ്തു മോഡി എന്നുള്ളൊരു വാർത്തയും വന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശശി തരൂർ കോൺഗ്രസ്സിൽ ശക്തമായി നിൽക്കുമ്പോഴും ഒരു സ്ഥാനം വേണമെങ്കിൽ എന്നേ പോകണമായിരുന്നു, പോകാതെ നിന്നുകൊണ്ട് തന്നെ മോദിയൊക്കെ പുകഴ്ത്തുന്നത്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കിടക്കുന്നതിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, അല്ലെ അവസാനവും പറയുന്നു, നരേന്ദ്രമോദി 1-ാം സ്ഥാനത്ത് വന്നു എന്നുള്ളതിനേക്കാൾ എനിക്ക് ആവേശം നൽകുന്നതും കൗതുകം നൽകുന്നതും ആദ്യത്തെ 10 ഇടത്ത് പോലും 2, 3, 4 തുടങ്ങി 10 ഇടത്ത് പോലും ആര് വന്നിട്ടില്ല? നമ്മുടെ ചേട്ടൻ വന്നിട്ടില്ല, അമേരിക്കയുടെ ചേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ യുദ്ധത്തിൽ ഇറാനാണോ ശരി, ഇസ്രായേലാണോ ശരി, പാലസ്തീനാണോ ശരി എന്നതൊക്കെ മാറ്റിവെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അതുപോലെ തന്നെ ഉക്രൈൻ സോവിയറ്റ് റഷ്യ സമരത്തിലും തല്ലിലും, സോവിയറ്റ് റഷ്യയിലെ റഷ്യ തല്ലിലും വളരെ കൃത്യമായ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിൽ നിന്നുണ്ട്. കാര്യം ലോകം ആഗ്രഹിക്കുന്നത് യുദ്ധമല്ല, സമാധാനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സന്ദേശം. ഈ ജനപ്രിയതയൊക്കെ വരുന്നതിൻ്റെ മറ്റൊരു സന്ദേശം രാജ്യത്ത് നടപ്പിലാക്കി വിദേശ നയം, അതിനേക്കാളൊക്കെ ഉപരി ഒരു വ്യക്തിയെ അവർ വിലയിരുത്തുമ്പോൾ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് ഡൊണാൾഡ് ട്രംപിൽ നിന്നില്ല. ഒരുതരം ലോക പോലീസ് കളിയും സാമ്രാജ്യത്വ കളിയും ഒരുതരം മൂരാച്ചി അല്ലെങ്കിൽ ഒരു ഏകാധിപതി കളി പലപ്പോഴും ട്രംപ് കളിക്കാറുണ്ട്. അതിന് അമേരിക്കൻ ജനത പോലും ഒരു മുൻകൈ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ മനോഹരവും രസകരവുമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ആദ്യത്തെ 10 പേരിൽ ട്രംപ് വന്നില്ല എന്നുള്ളത് ട്രംപ് പഠിക്കേണ്ടതാണ്. കാരണം അത് അമേരിക്കയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു സർവേ റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഇത് ട്രംപിൻ്റെ ശ്രദ്ധയിലും പെടും. കാരണം അത്ര വളരെ പ്രമുഖമായൊരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ് ഇത് പഠനം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ട്രംപും ഇത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ രസകരമാണ്. ലോകം ആഗ്രഹിക്കുന്നത് യുദ്ധമല്ല, സമാധാനമാണ്. ഇത് ഇനിയെങ്കിലും ട്രംപും ട്രംപിൻ്റെ കൂട്ടാളികളും ബാക്കി എല്ലാവരും മനസ്സിലാക്കി അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ജാതിയിൽ വിശ്വസിക്കുന്നവരായാലും മാനവരാശി ഒരു കാരണവശാലും എന്തിൽ വിശ്വസിക്കുന്നില്ല? യുദ്ധത്തിൽ വിശ്വസിക്കുന്നില്ല, സംഘർഷത്തിൽ വിശ്വസിക്കുന്നില്ല, മതവൈര്യത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ സമാധാനത്തിലാണ് വിശ്വസിക്കുന്നത്. സമാധാനം പറയുന്നവരെ കൂടെയാണ് ലോകം ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ന്യൂജൻ അല്ലെങ്കിൽ ജെൻസിയുടെ കാലഘട്ടത്തിൽ ലോകം നേതാക്കൾ തിരിച്ചറിയേണ്ടുന്ന ഒരു പാഠം, ഇതിൽ നിന്ന് കിട്ടുന്നൊരു സന്ദേശം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സന്ദേശം. ലോകം കാക്ഷിക്കുന്നത് സമാധാനമാണ്.